ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രി. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 7.1ലെ 7ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് വിച്ച് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം 2, -5 ആൻഡ് -2, 9. നമുക്ക് ഈ പോയിന്റ്സിനെ ലെറ്റ് the points minus a 2 -5 2, -5 എന്നും -2, 9 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് വിച്ച് ഇക്വിഡിസ്റ്റൻസ് ഫ്രം, ഈ പോയിന്റിൽ നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആയ ഇതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ പോയിന്റിനെ, ദ പോയിന്റ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി ഈസ്, നമുക്കതിനെ പി x, 0 എന്നെടുക്കാം. കാരണം എക്സ് ആക്സിസിൽ ആണ് ആ പോയിന്റ് ഉള്ളത്. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്കറിയില്ല, പക്ഷേ എക്സ് ആക്സിൽ ആയതുകൊണ്ട് വൈയുടെ വാല്യൂ 0 ആയിരിക്കും. പി എ ഈക്വൽ ടു നമുക്ക് പി ബി ആയിരിക്കും, കാരണം ഇക്വിഡിസ്റ്റന്റ് ആണ്. എയും പിയിൽ എന്ന പോയിന്റിൽ നിന്ന് പി നമ്മൾ x0 നിർത്തും. അപ്പോൾ പി എന്നുള്ള പോയിന്റിൽ നിന്നും എയിലേക്കും ബിയിലേക്കും ഉള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. root of x2 minus x1 whole square plus y2 minus y1 whole square എന്ന് എടുക്കാം. ഇത് നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. root of x2 minus x1 whole square, അപ്പോൾ നമുക്ക് x minus 2 whole square plus 0 plus 5 whole square equal to root of x plus 2 whole square 0 minus 9 whole square. ഇങ്ങനെയാണ് കിട്ടുക. ഇത് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് എഴുതി. ഇനി നമുക്ക് സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, ഈ റൂട്ട് ഒഴിവാക്കണം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് സ്ഥലത്തെയും റൂട്ട് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നത് x minus 2 whole square plus 0 plus 5 square equal to x plus 2 whole square plus 0 minus 9 minus 9 square എന്ന് കിട്ടുന്നു. ഇനി നമുക്കിതിനെ a minus b whole squareും a plus b whole square എന്ന ഇക്വേഷൻ പോലെ എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ x minus 2 whole square, അതായത് x square minus 2 into x into 2, അതായത് 2 into 2 4, 4x plus 2 square 4, 25 equal to ഇവിടെ x plus 2 whole square, അതായത് x square plus 4x plus 4 plus minus 9 square plus 81. ഇനി നമുക്ക് കോമൺ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത് കട്ട് ചെയ്ത് മാറ്റും. എക്സ് സ്ക്വയറും ഇവിടെ പോവും. ഇനി ഈ 4നെ നമ്മൾ കട്ട് ചെയ്തു. ബാക്കിയുള്ളത് minus 4x plus 25 equal to 4x plus 81 ആണ്. ഇനി നമുക്ക് വേരിയബിൾ എക്സ് ഉള്ളതെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരാം. ഇവിടെ minus 4x, ഈ 4xനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, വീണ്ടും minus 4x ആവുന്നു, ഈക്വൽ ടു ഇവിടെയുള്ള 81 ഇവിടെ എഴുതി. ഇനി 25 പ്ലസ് 25നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, -25, minus 4x minus 8x ഈക്വൽ ടു 81 minus 25, 56 എന്ന ആൻസർ കിട്ടുന്നു. Therefore x equal to 56 minus divided by -8 equal to -7 എന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ നമ്മുടെ പോയിന്റ് P ഓഫ് x, 0 ആണ്. എക്സിന്റെ വാല്യൂ നമുക്ക് -7 ആണ്. ഈക്വൽ ടു P ഓഫ് -7, 0. ഇതാണ് നമ്മുടെ പോയിന്റ്. ദ പോയിന്റ് ഓൺ ദി x ആക്സിസ് ഈസ് -7, 0. ഇതാണ് നമ്മുടെ ആൻസർ. അത് എയിൽ നിന്നും ബിയിൽ നിന്നും രണ്ട് പോയിന്റിൽ നിന്നും ഈക്വഡിസ്റ്റന്റ് ആയി എക്സ് ആക്സിലുള്ള പോയിന്റ് ആണ് -7, 0. എക്സ് ആക്സിൽ ആയതുകൊണ്ട് വൈയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതാണ് -7. അപ്പോൾ പോയിന്റ് -7, 0. ഇനി ഇതിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് y for which the distance between the points P of
2 minus 3 and q of 10y is 10 യൂണിറ്റ്. ചെയ്ത് നോക്കാം. ഇവിടെ p നമുക്ക് കിട്ടുന്ന പോയിന്റ് 2 minus 3 and q 10, y. അപ്പോൾ ഇവിടെ പി ക്യൂ നമ്മൾ ഡിസ്റ്റൻസ് പി ക്യൂ ഈക്വൽ ടു 10 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് പി ക്യൂ കാണാനുള്ള ഇക്വേഷൻ എഴുതാം. ഡിസ്റ്റൻസ് ഫോർമുല പി ക്യൂ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 all square plus y2 minus y1 all square equal to root of minus 2 all square plus y minus minus 3 equal to 10 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ റൂട്ട് മാറ്റണം. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 10 minus 2 all square y minus minus 3 y plus all square equal to 10 സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇവിടെ റൂട്ട് മാറ്റിയപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്തു. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു എന്ന് വിചാരിച്ചാലും മതി. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇവിടെ എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്പറാണ്. 10 minus 2 8 സ്ക്വയർ പ്ലസ് y plus 3 ഓൾ സ്ക്വയർ, അതായത് y സ്ക്വയർ പ്ലസ് 2 into 3 into y 6y plus 3 സ്ക്വയർ, അതായത് 9 ഈക്വൽ ടു 100 എന്ന് നമുക്ക് കിട്ടി. 10 സ്ക്വയർ. അപ്പോൾ 8 സ്ക്വയർ 64 y സ്ക്വയർ പ്ലസ് 6y പ്ലസ് 9 ഈക്വൽ ടു 100. ഇനി നമുക്കൊരു ഇക്വേഷൻ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് വരും. ആ രൂപത്തിലേക്ക് മാറ്റാം. അപ്പോൾ y ആണ് ഇവിടുത്തെ വേരിയബിൾ. അപ്പോൾ y സ്ക്വയർ പ്ലസ് 6y, ഇവിടെ നമുക്ക് 64 പ്ലസ് 9, ഈ 100 ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടിരുന്നു, മൈനസ് 100 ഈക്വൽ ടു 0 എന്ന രൂപത്തിലാവുന്നു. y സ്ക്വയർ പ്ലസ് 6y മൈനസ് 27 ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇനി ഇക്വേഷൻ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിലത്തെ ആ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. രണ്ട് നമ്പറിൻ്റെ സം 6 ആണ്, പ്രൊഡക്റ്റ് മൈനസ് 27. സം ഈക്വൽ ടു പ്ലസ് 6 ആണ്, പ്രൊഡക്റ്റ് ഈക്വൽ ടു മൈനസ് 27 ആണ്. അപ്പോൾ 27 കിട്ടാൻ സാധ്യതയുള്ള നമ്പേഴ്സ് 1 ഇൻറ്റു 27 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് സമ്മ് 6 കിട്ടൂല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 27ന്റെ സൈൻ മൈനസ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ആയിരിക്കും നമുക്ക് 6 കിട്ടുന്നത്. പിന്നെ 2 ഇൻറ്റു നമുക്കൊരു നമ്പർ 27 കിട്ടൂല. പിന്നെയുള്ള 3 ഇൻറ്റു 9 3 ഇൻറ്റു 9 27 ആണ്. 3 9 9 തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് y സ്ക്വയർ. ഇനി ഇവിടെ രണ്ട് നമ്പറും ഡിഫറൻറ്റ് സൈനുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ 6ന്റെ സൈൻ, അതായത് ഇവിടുത്തെ സമ്മിൻ്റെ സൈൻ പോസിറ്റീവാണ്. അതിനർത്ഥം ഇതിൽ വലിയ നമ്പറിൻ്റെ സൈൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ y സ്ക്വയർ പ്ലസ് 9y മൈനസ് 3y എന്ന് മാറ്റി. ഈ 6y നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് 9y മൈനസ് 3y എന്നാക്കി മാറ്റി. മൈനസ് 27 ഈക്വൽ ടു 0. ഇനി ഇതിനെ രണ്ട് ഭാഗമായിട്ട് തിരിച്ച് കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുക്കുന്നു. y സ്ക്വയർ 9y, ഇതിലും y പുറത്തേക്ക് എടുത്തു. y ഇൻറ്റു ഇവിടെ y പ്ലസ് 9 എന്നും, ഇവിടെ 3y 27 ആണ്. അപ്പോൾ നമുക്ക് 3 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് 3 ഇൻറ്റു y 9 എന്നും കിട്ടും, ഈക്വൽ ടു 0. ഇവിടെ മൈനസ് 3 പുറത്തേക്ക് എടുത്തുകൊണ്ടാണ് ഈ 27 ഇവിടെ ഈ 9 വന്നപ്പോൾ ഇവിടെ പ്ലസ് ആയത്. മൈനസ് 3 ഇൻറ്റു പ്ലസ് 9 വന്നാലാണ് മൈനസ് 27 കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇനി y പ്ലസ് 9 രണ്ടിൽ കോമൺ ആണ്. അപ്പോൾ y പ്ലസ് 9 പുറത്തേക്ക് എടുത്തു. y പ്ലസ് 9 ഇൻറ്റു y മൈനസ് 3 ഈക്വൽ ടു 0. y പ്ലസ് 9 ഈക്വൽ ടു 0 ഓർ y മൈനസ് 3 ഈക്വൽ ടു 0. y പ്ലസ് 9 0 ആണെങ്കിൽ y ഈക്വൽ ടു മൈനസ് 9 ഓർ y ഈക്വൽ ടു പ്ലസ് 3. അപ്പോൾ നമുക്ക് കിട്ടിയ y യുടെ വാല്യൂ. ഹെൻസ്
വൈ ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈക്ക് കിട്ടുന്ന രണ്ട് വാല്യൂ -9 ഓർ നമ്മൾ വൈയുടെ പോസിബിൾ ആയിട്ടുള്ള രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചു.